ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 LPSA ചോദ്യപേപ്പറിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് കേട്ടോ. LPSA UPSC എക്സാം എഴുതുന്നവർക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതൊരു ക്വിക്ക് റിവിഷൻ ആവും. അത് മാത്രമല്ല, നമ്മുടെ LD ക്ലർക്ക് എക്സാമിനും ഒക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, ഒരു സംഖ്യയുടെ 5 മടങ്ങ്, സംഖ്യ ഞാൻ x എന്ന് വിളിച്ചു, സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x, 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x. ക്ലിയർ ആണല്ലോ? 5 മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ, ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ മറ്റൊരു സംഖ്യ x ആണ്, അതിനേക്കാൾ 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ x + 4 അല്ലേ. അപ്പൊ ആ സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ, 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ക്ലിയർ ആയല്ലോ? ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത് അതേ സംഖ്യയോടൊപ്പം 4 കൂട്ടിയാൽ കിട്ടുന്ന നമ്പറിന്റെ 3 മടങ്ങിനോട് തുല്യമാണ്. ഈ മടങ്ങ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വില കിട്ടും, അല്ലെങ്കിൽ ഓപ്ഷൻ ഇട്ട് കൊടുത്താലും മതി. നോക്കിക്കേ, 6, 4, 8, 10 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ 6 ഇട്ട് കൊടുക്കാം. 5 × 6 30. ഇവിടെ 6 ഇട്ടാലോ? 6 × 4 10, 10 × 3 30. കണ്ടോ, രണ്ടും തുല്യമായിട്ട് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ 6 ആണ്. ഓക്കെ, അല്ലാതെ സോൾവ് ചെയ്താലും കിട്ടും. 5x എന്ന് കിട്ടി, 3 × x 3x എന്ന് കിട്ടി, പ്ലസ് 3 × 4 12 എന്ന് കിട്ടി. ഈ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, 5x ന് 3x കുറച്ചാൽ 2x എന്ന് കിട്ടും. 2x 12ന് തുല്യമാണ്, x 6ന് തുല്യമാണ്. അങ്ങനെയായാലും ചെയ്യാം കേട്ടോ. അപ്പൊ ആൻസർ എത്രയാണ്? 6. അടുത്ത ചോദ്യം. ചുവപ്പും നീലയും കലർത്തിയ പെയിന്റ് കൂട്ടിൽ അവയുടെ അംശബന്ധം 4:3 ആണ്. കണ്ടോ, അപ്പൊ ചുവപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഏത് കളറാണ്? ചുവപ്പും നീലയും, 2 കളറിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:3. ഇതിൽ 4:1 ആക്കണമെങ്കിൽ ചുവപ്പ് പെയിന്റിന്റെ അളവ് എത്ര ചേർക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 4:1 ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ചുവപ്പ് പെയിന്റിന്റെ അളവ് എത്ര കൂട്ടണം എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. ഈ റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 4ൽ നിന്ന് 4 പോയാൽ 0, 3ൽ നിന്ന് 1 കുറച്ചാൽ 2. എപ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റേഷ്യോയുടെ നേരെ താഴോട്ട് കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസം തുല്യമായിരിക്കണം. തുല്യമല്ലെങ്കിൽ എന്ത് ചെയ്യണം? തുല്യമല്ലെങ്കിൽ പരസ്പര വ്യത്യാസം കാണുക. എന്ത് ചെയ്യണം? പരസ്പര വ്യത്യാസം. 4ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 ആണ്. 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1. ഇനി ഇവിടെ കിട്ടിയ വ്യത്യാസം രണ്ടാമത്തെ റേഷ്യോടൊപ്പം ഗുണിക്കുക. ഇവിടെ കിട്ടിയ വ്യത്യാസം ഒന്നാമത്തെ റേഷ്യോടൊപ്പം ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4 × 3 12, 3 × 3 9, 12:9 എന്ന് കിട്ടി. ഇവിടെയോ 4:1 4, 1 × 1 1. ഇനി ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. 12ൽ നിന്ന് 4 കുറച്ചാൽ 8, 9ൽ നിന്ന് 1 കുറച്ചാൽ 8. അപ്പൊ നമുക്ക് വ്യത്യാസം തുല്യമായിട്ട് കിട്ടി, 8 എന്നാണ് കിട്ടിയത്. ഇനി നോക്കിക്കേ, 8 ആവണമെങ്കിൽ, 4നെ 8 ആക്കണമെങ്കിൽ 4ന്റെ എത്ര മടങ്ങാ 8 എന്ന് പറയുന്നേ? 4 × 2 മടങ്ങാണ് 8. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 2 മടങ്ങ്. ഫൈൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന 2 നിരകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം 24 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റിയ സംഖ്യ, 11 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റിയ സംഖ്യ, 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. ഇത്രയും ഇതിനകത്ത് നമുക്ക് ആകെ അറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്തുവാണ്? 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24ന്റെ ഫാക്ടേഴ്സ് ആദ്യം എഴുതുക. അപ്പോൾ ഏതായാലും 24നെ നമുക്ക് എങ്ങനെയൊക്കെ ഹരിക്കാം? 2 വെച്ച് ഹരിച്ചു 12, വീണ്ടും 2 വെച്ച് ഹരിച്ചു 6, വീണ്ടും 2 വെച്ച് ഹരിച്ചു 3. സോ 2⁻3 × 3⁻1 ആണ് 24. ഇനി ഈ പവറിന്റെ നെക്സ്റ്റ് 1 +1 എടുക്കുക. 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4.
ഇൻറ്റു ഈ പവറിൻ്റെയും +1 ചെയ്യുക. 1 + 1 2. ഇനി അവരെ തമ്മിൽ ഗുണിക്കുക. 4 × 2 എത്രയാണ്? 8. അപ്പോൾ എത്ര ഘടകങ്ങളുണ്ട്? 8 ഘടകങ്ങൾ. നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. അപ്പോൾ 1 P എന്നാണ്. P എന്ന് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ 1 P എന്ന് തന്നിട്ടുള്ള ഓപ്ഷൻ A ആണ് അല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്നത് P ആണെന്ന് നമുക്ക് ഓൾറെഡി അതിനകത്ത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് നോക്കിക്കേ. 24 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റിയ സംഖ്യ 384. 384നെ നമുക്ക് 24മായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സംഖ്യ 24മായിട്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ അതിനെ 8മായിട്ടും ഹരിക്കാൻ പറ്റണം, 3മായിട്ടും ഹരിക്കാൻ പറ്റണം. 8മായിട്ടും നമുക്ക് ഹരിക്കാം, 3മായിട്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് 24മായിട്ട് ഡിവിസിബിൾ ആയിരിക്കും. നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾ, ഹരണ സാധ്യതയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 8മായിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാലോ. 8 × 1 8. 8 × 4 32 പോയിട്ട് 6 64 എന്ന് കിട്ടി. 8 × 8 64 പറ്റും. അപ്പോൾ 8മായിട്ട് ഹരിക്കാം. 3മായിട്ട് 384നെ ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാ സംഖ്യയും ഒന്ന് കൂട്ടി നോക്കുക. 3 ഉം 4 ഉം 7, 7 ഉം 8 ഉം 7 7 14, 14 1 15. 15 എന്നുള്ള സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 3മായിട്ട് ഹരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 3മായിട്ടും ഹരിക്കാം. ഇവരെ രണ്ടുപേരെയും വെച്ച് ഹരിക്കാൻ പറ്റുമെങ്കിൽ 24 വെച്ച് നമുക്ക് ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ഉത്തരവും ശരിയാണ്. 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ 11മായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഡിവിസിബിലിറ്റി റൂളൊക്കെ വെച്ച് നോക്കാം. പക്ഷെ ഒത്തിരി സമയം എടുക്കും. നേരെ അങ്ങ് ഹരിച്ചു നോക്കിയാൽ മതി. 9 8 8 5 9 2. 11മായിട്ട് ചെയ്ത് നോക്കിക്കേ. 11 × 8 88 പോയിട്ട് ശിഷ്ടം 10 എന്ന്. 10 ഉണ്ട്. 10ന്റെ കൂടെ നമ്മൾ 8ഉം കൂടെ ഇറക്കി എഴുതി. അപ്പൊ 108. 11 108 വരുമോ? ഇല്ല. 11 × 9 99 വരും. 99ൽ നിന്നും 108ൽ നിന്നും 99 കുറച്ചാൽ പിന്നെ എത്രേ ബാക്കിയുള്ളൂ? 9 ബാക്കിയുള്ളൂ. 9ഉം 5ഉം കൂടെ 95 എന്ന് വായിക്കുക. 11 × 8 88. 88ഉം 95ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 കൂട്ടിയാൽ 90ആയി. പിന്നെ ഒരു 5ഉം കൂടെ ഉണ്ട്, 7 എന്ന് കിട്ടി അല്ലേ. അപ്പൊ 79. അപ്പൊ 11 × 7 77. 77 പോയിട്ട് പിന്നെ 2 അല്ലേ ബാക്കിയുള്ളൂ. 2ഉം 2ഉം കൂടെ 22. 11 × 2 22. കണ്ടോ, നമുക്ക് 11മായിട്ട് ഇതിനെ നിശേഷം ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതും ശരിയാണ്. ഇനി ലാസ്റ്റ് വൺ നോക്കിക്കേ. 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 1 മുതൽ 50 വരെയുള്ളതും 1 തൊട്ട് 100 വരെയുള്ളതൊക്കെ നമുക്കറിയാം. 1 തൊട്ട് 25 വരെ 9 എണ്ണമാണ് കേട്ടോ. അതങ്ങ് പഠിച്ചു വെച്ചോണേ. 2 3 5 7 11 13 17 19 23. എണ്ണിക്കോ. 2 4 6 8 9. 9 എണ്ണമാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാം ശരിയാണ്. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. TV കമ്പനി ഒരു പ്രത്യേക ഇനം TVയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാവും? നോക്കിക്കേ. ഇപ്പൊ നമ്മുടെ കയ്യിൽ 8000 രൂപയുണ്ട്. 8000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 8000നെ 10മായിട്ട് ഹരിച്ചാൽ മതി. 10% എന്ന് പറയുന്നത് 800 രൂപയായിരിക്കും. ഇതിനെ 10മായിട്ട് ഹരിച്ചാൽ ഒരു 0 അങ്ങോട്ട് പോകും. അപ്പൊ 8000ന്റെ 10% എത്രയാ? 800 രൂപ. ഇനി 10% 800 ആണെങ്കിൽ 5% എത്രയായിരിക്കും? ഇതിന്റെ പകുതിയാണ് 5. അപ്പൊ ഇതിന്റെ പകുതി എടുക്കുക, 400. കണ്ടോ, 5% 400. അപ്പൊ ആദ്യത്തെ വർഷം എത്ര രൂപ കുറയും? 400 രൂപ കുറയും. അപ്പൊ 8000ൽ 400 രൂപ കുറച്ചോ? എത്ര വന്നു? 8000ൽ 400 പോയാൽ 7600 രൂപ. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 7600 രൂപയുണ്ട്. ഇനി 2 വർഷത്തെ കണക്കാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ വർഷം 400 രൂപ കുറഞ്ഞു, അത് എത്രയായി? 7600 ആയി. ഇനി രണ്ടാമത്തെ വർഷം ആവുമ്പോഴോ ഈ 7600ന്റെ 10% എത്രയാ? 10മായിട്ട് ഹരിക്കുക, 760 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ പകുതി 5% എത്രയായിരിക്കും? ഇതിന്റെ പകുതി എടുത്താൽ പോരെ? 700ന്റെ പകുതി 350 ആണല്ലേ. 60ന്റെ പകുതിയോ? 30. 350 30ഉം കൂടെ കൂട്ടിയാൽ മതി. 380 രൂപയാണ് കുറയ്ക്കേണ്ടത്. അപ്പൊ 7600ൽ എത്ര കുറയ്ക്കണം? 380 കുറച്ചു. 10ൽ നിന്ന് 8 പോയാൽ 2, 5ൽ നിന്ന് 3 പോയാൽ 2. 7220 7220 രൂപയാണ് നമ്മുടെ ഉത്തരം.
കണ്ടോ? 10% കണ്ടുപിടിച്ചാൽ 5% നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ 5% ഓഫ് 8000 കണ്ടുപിടിക്കുക. എങ്ങനെയാ കണ്ടുപിടിക്കുക? 5/100 ഗുണം 8000 ചെയ്താൽ മതി, 5% കിട്ടും. ദേ 2 0 പോയി. 5 ഗുണം 8 40, ഒരു 0 കൂടെ വന്നു, 400 രൂപ എന്ന് കിട്ടി. അപ്പൊ 8000 400 രൂപ കുറയ്ക്കുക. അപ്പൊ 7600 എന്ന് കിട്ടി. വീണ്ടും ഇതുപോലെ തന്നെ 7600ന്റെ 5% കണ്ടുപിടിക്കുക, അത് കുറയ്ക്കുക. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 7220 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, സംഖ്യ ഏതായിരിക്കും? 2, 5, 9, 19, 37. അടുത്ത സംഖ്യ 2ന്റെ കൂടെ 3 കൂട്ടിയാൽ 5, 5ന്റെ കൂടെ 4 കൂട്ടിയാൽ 9, 9ന്റെ കൂടെ എത്ര കൂട്ടണം? 9ന്റെ കൂടെ 10 കൂട്ടിയാൽ 19, 19ന്റെ കൂടെ എത്ര കൂട്ടണം? 37 കിട്ടണമെങ്കിൽ ഏകദേശം ഇരട്ടിയോളം തന്നെ കൂട്ടേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ എന്ത് മനസ്സിലായി? കൂട്ടി ചെയ്യുന്ന ഒരു ചോദ്യം അല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്കപ്പൊ എന്താ, മൾട്ടിപ്ലൈ ചെയ്തൊരു പോസിബിലിറ്റി എടുക്കാം. നോക്കിക്കേ, 2നെ 5 ആക്കാൻ 2 ഗുണം 2 പ്ലസ് 1 ചെയ്താൽ പോരെ? 2 ഗുണം 2 4, 4നൊപ്പം 1 കൂട്ടിയാൽ 5. ഇനി 5 ഗുണം 2 10, 10ന്ന് 9 ആക്കാൻ എന്ത് ചെയ്യണം? -1 ചെയ്യണം. അടുത്തത് 9 × 2 എത്രയാ? 18 ആണ്. 18ന്റെ കൂടെ 1 കൂട്ടിയാൽ 19. ഇനി 19 ഗുണം 2 എത്രയാണ്? 38. 38ന്ന് 1 കുറച്ചാൽ 37. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്രയായിരിക്കണം? 37 ഗുണം 2 ചെയ്യുക പ്ലസ് 1 ചെയ്യുക. അപ്പൊ 7 ഗുണം 2 14, ശിഷ്ടം 1. 3 ഗുണം 2 6, 6 1 7. 74 പ്ലസ് 1 75 നമ്മുടെ ഉത്തരം. കണ്ടോ? അടുത്ത ചോദ്യം, 1.44ന്റെ വർഗ്ഗമൂലം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 1.44ന്റെ വർഗ്ഗമൂലം കാണുക. 144ന്റെ വർഗ്ഗമൂലം എത്രയാ? 144 ഏത് സംഖ്യയുടെ വർഗ്ഗമാണ്? അത്രയേ ഉള്ളൂ. ഏത് സംഖ്യയെ സ്ക്വയർ ചെയ്താൽ 144 കിട്ടും? നമുക്കറിയാം 12 ആണ് അല്ലെ? 12ന്റെ വർഗ്ഗമാണ് 144. ഇനി പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യ. സ്ക്വയർ റൂട്ടിനകത്തുള്ള സംഖ്യയ്ക്ക് പോയിന്റിന് ശേഷം 2 സംഖ്യ ഉണ്ടെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിൽ അതിന്റെ നേർപകുതി 2 ആണെങ്കിൽ ഒരു സംഖ്യ വിട്ടിട്ട് കുത്തിടുക. 4 പോയിന്റിന് ശേഷം 4 സംഖ്യ ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ 2 സംഖ്യ വിട്ട് കുത്തിടുക. പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ നമ്മുടെ ആൻസറിൽ അതിന്റെ നേർപകുതി എടുത്തിട്ട് വേണം കുത്തിടാൻ. ഇവിടെ 2 നമ്പർ കുത്തിന് ശേഷം 2 സംഖ്യ ഉണ്ട്. അപ്പൊ ഇവിടെ കുത്തിന് ശേഷം ഒരു സംഖ്യ, 1.2 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇനി ഇങ്ങനെ ചിന്തിക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പോയിന്റ് അങ്ങ് കളഞ്ഞിട്ട് എഴുതുക. 144/100 എന്ന് എനിക്ക് എഴുതിക്കൂടെ? പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ, താഴെ ഞാൻ 2 0 ചേർത്തു. ഇനി 144ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 12. 100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 10. ഇനി താഴെ ഒരു 0 വന്നാൽ മുകളിൽ ഒരു സംഖ്യ വിട്ടിട്ട് കുത്തിടണം. 1.2 ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, 125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? സമയമാണ് കണ്ടുപിടിക്കണ്ടേ. സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരത്തിനെ വേഗതയുമായിട്ട് ഹരിക്കുക. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ ദൂരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രെയിൻ നീളമുള്ള വസ്തുക്കളെ കടന്നു പോകുന്നു. സേ ഫോർ എക്സാമ്പിൾ ഒരു പാലം കടന്നു പോകുന്നു, വേറൊരു നദി കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നു. അങ്ങനെ നീളമുള്ള സാധനങ്ങൾ, വേറൊരു ട്രെയിനിനെ കടന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും ആ നീളമുള്ള സാധനത്തിന്റെ ലെങ്ത്തും രണ്ടും കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ദൂരം. മനസ്സിലായോ? ട്രെയിനിന്റെ നീളം എത്രയാണോ അതും എടുക്കണം, പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പാലത്തിന്റെ നീളം എത്രയാണോ അതും എടുക്കുക. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടും. വേഗം നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തരും. രണ്ടും കൂടെ ഹരിച്ചാൽ മതി, സമയം കിട്ടും. ചെയ്യാം. 125 മീറ്റർ നീളമുള്ള തീവണ്ടി 125 മീറ്റർ പ്ലസ് എത്ര എത്ര നീളമുള്ള പാലത്തിനെ കടന്നു പോകുന്നേ? 275 മീറ്റർ നീളമുള്ള ഒരു പാലത്തിനെ കടന്നുപോയി. യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ യൂണിറ്റ് തന്നിരിക്കുന്നത് മീറ്ററിലാണ്, ഞാൻ മീറ്ററിൽ എഴുതി. അടുത്തത് നമ്മുടെ സ്പീഡ് തന്നേക്കുന്നതോ 90 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ എന്നാ തന്നേക്കുന്നേ. ഇവിടെ മീറ്റർ ആണെങ്കിൽ ഇവിടെയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. ഇനി ഇവിടെ km/h ആണെങ്കിൽ ഇവിടെയും കിലോമീറ്ററിലായിരിക്കണം. എപ്പോഴും യൂണിറ്റുകൾ തുല്യമാക്കണം കേട്ടോ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നേരെ നമ്മുടെ ആൻസർ നോക്കുക. ഉത്തരം തന്നിരിക്കുന്നത് സെക്കൻഡിലാണ്. ഉത്തരം സെക്കൻഡിൽ കിട്ടണമെങ്കിൽ
നമ്മുടെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. ഇത് വെച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എന്തിലേ കിട്ടുള്ളൂ? മണിക്കൂറിലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഏത് യൂണിറ്റ് ആണ് മാറ്റേണ്ടതെന്ന് തീരുമാനിക്കുക നമ്മുടെ ഓപ്ഷൻ നോക്കിയിട്ട്. ഓപ്ഷൻ ആൻസർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ മണിക്കൂർ മാറ്റി എന്താക്കണം? സെക്കൻഡിലേക്ക് മാറ്റണം. കിലോമീറ്റർ മണിക്കൂറിന്റെ കൂടെയും സെക്കൻഡ് മീറ്ററിന്റെ കൂടെ പോകത്തുള്ളൂ കേട്ടോ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഫൈൻ. അപ്പൊ എങ്ങനെയാ നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നേ? കിലോമീറ്റർ വലിയ ക്വാണ്ടിറ്റി അല്ലെ. വലുതിനെ നമ്മൾ മീറ്റർ എന്ന് പറയുന്നത് ചെറുതിലേക്ക് മാറ്റാൻ പോവാണ്. വലുതിനെ ചെറുതാക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ, വലുതിനെ ചെറുതിലേക്ക് മാറ്റാൻ ചെറിയ സംഖ്യ 5/18 കൊണ്ട് ഗുണിക്കണം. തിരിച്ചാണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ് ചെറുതും കിലോമീറ്റർ പെർ അവർ വലുതുമാണ്. അപ്പൊ ചെറുതിനെ വലുതിലേക്ക് മാറ്റണമെങ്കിൽ വലിയ സംഖ്യ 18/5 കൊണ്ട് ഹരിക്കണം. രണ്ടും സെയിം തന്നെയാണ്. തിരിച്ചിടേണ്ടത് എപ്പോഴാന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചെറിയ സംഖ്യ ചെറിയ യൂണിറ്റിലേക്ക് മാറ്റാൻ, വലിയ സംഖ്യ വലിയ യൂണിറ്റിലേക്ക് മാറ്റാൻ. ഫൈൻ. അപ്പൊ ഇത് ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ചെയ്യാലോ. 18ഉം 90ഉം 18 ഗുണം 5 ആണ് 90. 5 ഗുണം 5 എത്രയാ? 25. അപ്പൊ താഴെ നമുക്ക് 25 എന്ന് കിട്ടി. ഇനി മുകളിലോ 200 100 300 75 25 100. 300 + 100 എത്രയാ? 400 എന്ന് കിട്ടി. ഇനി 25നെ 400നെയും കൂടെ വെട്ടാലോ. 25 ഗുണം 1 25. 25 ഗുണം 4 ഗുണം 4 16 ആണ് 400 എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എത്ര വന്നു? 16 സെക്കൻഡ് എന്ന് കിട്ടി. കണ്ടോ? ആൻസർ എത്രയാണ്? 16 സെക്കൻഡ്സ്. അടുത്ത ചോദ്യം. സമയം 8:15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ സമയം എത്രയാ? 8:15 ആവുമ്പോൾ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള കോൺ അളവ് എത്ര? എങ്ങനെ കാണാൻ പറ്റിയ? ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് 30h - 11/2m ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. h ന്റെ വാല്യൂ എത്രയാണ്? 8. h എന്ന് പറഞ്ഞാൽ മണിക്കൂർ, 8 മണിക്കൂർ മൈനസ് 11/2 ഇൻറ്റു എമ്മിന്റെ വാല്യൂ എത്രയാ? 15. ചെയ്യാലോ. 8 ഗുണം 3 24 240 മൈനസ് 11 ഗുണം 15 ചെയ്യാൻ ആദ്യം 5 എഴുതുക. 5 എഴുതി. 5 ഒന്നും കൂടെ കൂട്ടിക്കോ. 6. ഫ്രണ്ടിലെ സംഖ്യ എടുത്തെഴുതുക. 11ഉമായിട്ട് ഗുണിക്കാനുള്ള ട്രിക്കാണ് കേട്ടോ. അപ്പൊ 165 എന്ന് കിട്ടി. ബൈ 2 ചെയ്യാം. അപ്പൊ 165/2 ചെയ്ത എത്രയാ? നമുക്ക് വെട്ടാലോ. 8 ഗുണം 2 16. പിന്നെ 5 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 4. പോയിട്ട് 1 കിട്ടും. പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി 5 ഗുണം 2 10. സോ നമുക്ക് 82.5 എന്ന് കിട്ടി. ഇനി 240 നിന്നും 82.5 കുറച്ചാൽ ആൻസർ കിട്ടും 240 മൈനസ് 82.5. പോയിന്റ് എപ്പോഴും നമ്പർ എഴുതിയതിന് ശേഷം വേണം എഴുതാൻ. ഇനി ഇപ്പൊ ഇവിടെ നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുത്തു, ഒരു 0 ഇട്ട് കൊടുത്തു. നമ്പർ ഇല്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. അപ്പം 10-ന് 5 പോയാൽ 5. ഇവിടെ അപ്പോൾ 9. 9-ന് 2 പോയാൽ 7. ഇവിടെ അപ്പം 3 ഉള്ളൂ. 23-ന് 8 കുറച്ചാൽ എത്ര? 15. 157.5 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. 157.5 ഡിഗ്രി. അടുത്ത ചോദ്യം. ABC ഒരുമിച്ച് ഒരു ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കും. അപ്പം എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ഒരു ജോലി 8 മണിക്കൂർ കൊണ്ടും എ ഒറ്റയ്ക്ക് 20 മണിക്കൂർ കൊണ്ട് തീർക്കും. എ ഒറ്റയ്ക്ക് 20 മണിക്കൂർ കൊണ്ട് തീർക്കും. ഇനി ബി ഒറ്റയ്ക്ക് 24 മണിക്കൂർ കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ സി ഒറ്റയ്ക്ക് എത്ര മണിക്കൂർ കൊണ്ട് തീർക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരുമിച്ച് ചെയ്യാൻ വേണ്ടുന്ന സമയം 8, ഓരോരുത്തർക്കും വേണ്ടുന്ന സമയവും തന്നിട്ടുണ്ട്. സി ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന സമയങ്ങളുടെ എല്ലാം LCM കാണുക, ലസാഗു കാണുക. ചെയ്യാലോ. 8 20 24. ലസാഗു കണ്ടോ? നമുക്ക് 2 വെച്ച് ചെയ്യാം. 4 ഗുണം 2 8. പിന്നെ 10 ഗുണം 2 20. 12 ഗുണം 2 24. വീണ്ടും 2 ഹരിക്കാലോ. 4-നെ 2 ഹരിച്ചാൽ 2. 10-നെ 2 ഹരിച്ചാൽ 5. 12-നെ 2 ഹരിച്ചാൽ 6. വീണ്ടും 2 ഹരിക്കാം. 1 5 3 എന്ന് കിട്ടി. ഇനി ഹരിക്കേണ്ട ആവശ്യമില്ല, കോമൺ ആയിട്ടൊന്നും ഇല്ലല്ലോ. ഇനി എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. ഇപ്പൊ 2 2 4, 5 2 10. ഇനി ഇവിടെ ഒരു 3 കൂടെ ഉണ്ട്. എല്ലാം കൂടെ ഗുണിച്ചോ. 4 ഗുണം 3 12. ഒരു 0 കൂടെ ചേർക്കുക. 120 ആണ് നമ്മുടെ ലസാഗു. ഈ ലസാഗു എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ വർക്ക് എത്രയാണ്? 120. ഞാൻ എന്തെയ്യുന്നു? തൂത്ത് കളയാണേ. നടുക്കോട്ട് എഴുതി 120 യൂണിറ്റ് ആണ് നമ്മുടെ
ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഓരോരുത്തരുടെയും എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്താൽ മതി? 120നെ 8 ഹരിച്ചോ. 120നെ 8 ഹരിച്ചാൽ ABC ഒരുമിച്ച് ചെയ്യാൻ എടുക്കുന്ന എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം 8 ഹരിച്ചാൽ എന്ത് വരും? 4 ഗുണം 3 30 എന്ന് വന്നു. 4 ഗുണം 2 വീണ്ടും വെട്ടാലോ 15 എന്ന് കിട്ടി. അപ്പൊ ABCയുടെ എഫിഷ്യൻസി എത്രയാണ്? 15 ആണ്. ഇനി എയുടെ എഫിഷ്യൻസി എത്രയാ? 120/20 ചെയ്താൽ മതി, 6 എന്ന് കിട്ടി. അപ്പം 6 ആണ് എയുടെ എഫിഷ്യൻസി. ഇനി ബിയുടെ എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്യണം? 120/24 ചെയ്യുക. 24 ഗുണം 5 ആണ് 120. അപ്പം നമുക്ക് എല്ലാവരുടെ എഫിഷ്യൻസി കിട്ടി. ABCയുടെ 15 യൂണിറ്റ് ആണ്, എയുടെ 6 യൂണിറ്റ്, ബിയുടെ 5 യൂണിറ്റ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം അവർ എത്ര യൂണിറ്റ് ജോലി ചെയ്യും. അപ്പം ബി എന്ന് പറയുന്നത് 5 യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് തീർക്കും. എ എന്ന് പറയുന്നത് 6 യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് തീർക്കും. എയും ബിയും സിയും ഒരുമിച്ച് ജോലി ചെയ്താലോ 15 യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ സി ഒരു ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് തീർക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, എയും ബിയും സിയും കൂടെ ഒരുമിച്ച് 15 യൂണിറ്റ് ആണ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് എയുടെ വാല്യൂയും ബിയുടെ വാല്യൂ അങ്ങോട്ട് കുറച്ചാൽ പോരെ. എയുടെ വാല്യൂ 6, ബിയുടെ വാല്യൂ 5. ഇത് രണ്ടും കൂടെ കുറച്ചാൽ എന്ത് കിട്ടും? സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ABCക്കകത്ത് എയും പോയി ബിയും പോയി, പിന്നെ എന്തേ ഉള്ളൂ? സി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്കിക്കോ, 6 5 11. 15 11 പോയാൽ 4. അപ്പൊ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 4 യൂണിറ്റ്. സി ഒരു ദിവസം 4 യൂണിറ്റ് ജോലി ചെയ്യും. മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട്? 120 യൂണിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സി എടുക്കുന്ന ദിവസം കാണാൻ ടോട്ടൽ വർക്കിനെ സിയുടെ എഫിഷ്യൻസിയുമായിട്ട് ഹരിക്കുക. ടോട്ടൽ വർക്കിനെ സിയുടെ എഫിഷ്യൻസിയുമായിട്ട് ഹരിച്ചാൽ നമുക്ക് സി എടുക്കുന്ന ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ കാണാം. അപ്പം 4 ഗുണം 1 4, 4 ഗുണം 3 12, 30 എന്ന് കിട്ടി. ഇപ്പൊ സി എത്ര ദിവസം എടുക്കും അല്ലെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? 30 മണിക്കൂർ എടുക്കും. നമ്മുടെ ആൻസർ എത്രയാണ്? 30. കണ്ടോ? അപ്പൊ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് ലസാഗു കാണുക. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. ടോട്ടൽ വർക്കിനെ എന്ത് ചെയ്യാം? ഓരോരുത്തരും എടുക്കുന്ന സമയവുമായിട്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എഫിഷ്യൻസി കിട്ടും. ടോട്ടൽ എഫിഷ്യൻസിക്കകത്തുനിന്ന് എയുടെയും ബിയുടെ എഫിഷ്യൻസി കുറച്ചാൽ സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി കിട്ടിയാൽ ടോട്ടൽ വർക്കുമായിട്ട് ഹരിച്ചാൽ അതെടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ വശത്തിന്റെ അളവുകൾ ആകാവുന്നത് ഏതൊക്കെയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ 6ഉം 8ഉം 13. രണ്ടാമത്തെ ഓപ്ഷനോ 3ഉം 4ഉം 8ഉം ആണ്. മൂന്നാമത്തത് 4 5 9 ആൻഡ് ഫൈനലി 16 4 7. ഇതിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകാവുന്നത്, ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങളാവണമെങ്കിൽ ചെറിയ 2 വശങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശത്തിനേക്കാളും വലിയ വാല്യൂ കിട്ടണം. മനസ്സിലായോ? ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിനേക്കാളും അല്ലെങ്കിൽ ഏറ്റവും വലിയ സൈഡിനേക്കാളും വലിയ വാല്യൂ കിട്ടണം. ഇവിടെ നോക്കിക്കേ, 6ഉം 8ഉം എത്രയാ? 6 6 12, 12ഉം 2ഉം 14. 14 എന്നല്ലേ കിട്ടിയത്? ഇവിടെ ഏറ്റവും വലിയ വശം ഏതാ? 13 അല്ലേ? അപ്പൊ ഇതിനേക്കാളും വലുതല്ലേ 14? അതുകൊണ്ട് ഇത് നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡ് ആകും. അതാണ് ഉത്തരം. ഇനി അടുത്ത് നോക്കിക്കോ, 5 4 9. 9 9 ഈക്വൽ അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നോക്കിക്കേ, 7ഉം 4ഉം എത്രയാ? 7 3 10 പ്ലസ് 1 11. 11 എന്നാണ് കിട്ടിയത്. ഇത് 16നേക്കാളും ചെറുതല്ലേ? അതുകൊണ്ട് നമുക്ക് അതും എടുക്കാൻ പറ്റില്ല. ഇവിടെയോ 4ഉം 3ഉം 7. 7ഉം നമ്മുടെ വലിയ വശമായി 8നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് അതും എടുക്കാൻ പറ്റില്ല. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. വലിയ വശത്തിനേക്കാളും വലിയ വാല്യൂ കിട്ടണം കേട്ടോ. ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ നമ്മുടെ ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് എന്ത് ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഒരു ത്രികോണം ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം. അതിന് ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. ആ അലമാരയുടെ പരസ്യ വില നോക്കിക്കേ, 8% കിഴിവ് കിട്ടിയത്. ഓക്കെ, ഈ 8% എന്തിനു തുല്യമാണ്? 960 രൂപയ്ക്ക് തുല്യമാണ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, 8% കിഴിവ് കിട്ടിയത്. ഈ കിഴിവ് കിട്ടിയ എത്ര രൂപയാ? 960 രൂപ. 8% 960 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 1% ഇവിടെ 8 ആയിട്ട് ഹരിക്കുക,
ഇവിടെയും 8 ഹരിക്കുക. 8നെ 8 ഹരിച്ചാൽ 1. 960നെ 8 ഹരിച്ചാൽ എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. 1% 12. ഒരു 0 കൂടെ ഉണ്ട് കേട്ടോ. 120. 996നെ 8 ഹരിച്ചാൽ 12. ഒരു 0 കൂടെ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് ചേർക്കുക. ഇനി 1% 120 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 100% എന്ന് പറയുന്നതാണ് ടോട്ടൽ വാല്യൂ. എപ്പോഴും 100% ആയിരിക്കും ടോട്ടൽ വില കേട്ടോ. 120 ഗുണം 100 ചെയ്യാം. 12,000. നമ്മുടെ ആൻസർ എത്ര വന്നു? 12,000 എന്ന് കിട്ടി. ഫൈൻ. അപ്പം ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന പെർസെൻറ്റേജ് വാല്യൂനോട് ഇക്വേറ്റ് ചെയ്യുക. 1% കാണുക, 10%. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയി കാണാൻ പറ്റുന്ന വാല്യൂ അത് കണ്ടുപിടിക്കുക. അപ്പൊ എനിക്ക് 1% കാണാനാണ് എളുപ്പം, ഹരിച്ചാൽ മതിയല്ലോ. 1% 120ന് തുല്യമാണെങ്കിൽ 100% 12,000 ആയിരിക്കും. ഇതുമായിട്ട് 100 ഗുണിച്ചാൽ മതി, ആൻസർ കിട്ടും. അടുത്ത ചോദ്യം. ഡിവിഷനിൽ 30 പേരുണ്ട്. അവരുടെ ശരാശരി മാർക്ക് 60 ആണ്. അപ്പൊ 30 ആളുകളുടെ ശരാശരി മാർക്ക് 60. ടോട്ടൽ നമ്പറുമായിട്ട് ശരാശരി ഗുണിച്ചാൽ അവരുടെ തുക കിട്ടും. ഇനി ബി ഡിവിഷനിൽ 45 പേരുടെ ശരാശരി മാർക്ക് 90 ആണ്. അപ്പൊ 45 പേരുടെ ശരാശരി മാർക്ക് 90. ഞാൻ 45 ഗുണം 90 ചെയ്തു. ഈ 2 ക്ലാസ്സും കൂടെ നമ്മൾ ഒന്നിച്ചാക്കിയാൽ പുതിയ ശരാശരി കാണണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ ചെയ്യുമ്പോൾ ഇവരുടെ തുക കിട്ടും, ഇവിടെ ചെയ്യുമ്പോൾ ഇവരുടെ തുക കിട്ടും. ആ തുക രണ്ടും കൂടെ എന്ത് ചെയ്യുക? അങ്ങോട്ട് കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ സം കിട്ടി. ടോട്ടൽ സമ്മിനെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കണം. ടോട്ടൽ നമ്പർ ഇവിടെ എത്രയാ? എയില് 30 പേരുണ്ടായിരുന്നു, ബിയില് 45 പേരുണ്ടായിരുന്നു. അപ്പൊ 30 45 കൂടെ കൂട്ടിയാൽ പോരെ, നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടും. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ കണ്ടുപിടിക്കാം. ചെയ്യാലോ? 6 ഗുണം 3 18. 2 0 ഇട്ട് കൊടുത്തു. 45 ഗുണം 9. 45 ഗുണം 10 എത്രയാ? 450. അതിനകത്തുനിന്ന് ഒരു 45 കുറച്ചാൽ മതി. അപ്പൊ 5 4 4 പോയാൽ 0. 405 എന്ന് കിട്ടി. 405 കഴിഞ്ഞില്ല, ഒരു 0 ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കണം. 4050 ഡിവൈഡഡ് ബൈ 45 30 കൂടെ കൂട്ടിയ എത്രയാണ്? 75. അപ്പൊ നമുക്ക് 1800 4050 കൂടെ എന്ത് ചെയ്യാം? കൂട്ടാലോ. അപ്പൊ 1800 കൂടെ കൂട്ടിക്കോ. 0 5 8 4 1 5 5 8 5 0 എന്ന് കിട്ടി. ഓക്കെ. സോ 5 8 5 0 ബൈ 75. 15 ഗുണം 5 ആണ് 75. 5 ഗുണം 1 5. 5 ഗുണം 1 5. പോയിട്ട് ശിഷ്ടം 3 35 എന്ന് കിട്ടി. 7 ആണ് വരിക, 0 വന്നു. വീണ്ടും 5 ആയിട്ട് വെട്ടാം. 5 ഗുണം 3 15. 5 ഗുണം 2 10. പോയിട്ട് ശിഷ്ടം 1. 1 7 കൂടെ 17. 5 ഗുണം 3 15. പോയിട്ട് ശിഷ്ടം 2 20 എന്ന് കിട്ടി. 5 ഗുണം 4 20. 3 ഹരിക്കാൻ പറ്റുമോ നോക്കിക്കേ. 4 3 7 7 2 9 പറ്റും. തന്നിരിക്കുന്ന സംഖ്യകളെ തമ്മിൽ പരസ്പരം കൂട്ടി നോക്കുക. 3 3ന്റെ ഗുണിതമോ ആണ് വരുന്നതെങ്കിൽ 3 ഹരിക്കാം. 9നും ഇതേ റൂള് തന്നെയാണ് കേട്ടോ. അപ്പൊ 3 ഹരിക്കാം. 3 ഗുണം 1. ഇനി 3 ഗുണം 7 21. പോയിട്ട് ശിഷ്ടം 2 24 എന്ന് കിട്ടി. 3 ഗുണം 8 24. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 78 എന്ന് വന്നു. കണ്ടോ? അടുത്ത ചോദ്യം നോക്കിക്കേ. 1 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. 0.621 മൈൽസ് ആണ്, ഓർത്ത് വെച്ചോണം. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.621 മൈലുകൾക്ക് തുല്യമാണ്. ഫൈൻ. അടുത്ത ചോദ്യം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടത്തിൽ പച്ച നീല ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും നീല ബൾബുകൾ 6 സെക്കൻഡ് ഇടവിട്ടും ചുവപ്പ് ബൾബുകൾ 9 സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രകാശിക്കുന്നത്. 3 ബൾബുകളും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. അങ്ങനെയാണെങ്കിൽ അവർ വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ തന്നാൽ ലസാഗു കാണുക. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. LCM കണ്ടാൽ മതി, ആൻസർ കിട്ടും. ഒരാൾ 4 സെക്കൻഡ്, ഒരാൾ 6 സെക്കൻഡ്, ഒരാൾ 9 സെക്കൻഡ്. ഒരുമിച്ച് എന്നൊരു വാക്ക് തന്നിട്ടുണ്ടോ? ലസാഗു കണ്ടാൽ മതി. ഇപ്പൊ 4 6 9 2 ഹരിക്കാലോ. 2 6നെ 2 ഹരിച്ചോ 3. ഇവിടെ 9 എന്ന് തന്നെ കിട്ടി. 9നെ ഹരിക്കാൻ പറ്റില്ല, ഇറക്കി എഴുതി. വീണ്ടും 3 ഹരിക്കാം. 2 3 ഗുണം 1 ആണ് 3. 3 ഗുണം 3 ആണ് 9. ഇനി ഹരിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. കാരണം എന്താ? 2നും 3നും കോമൺ ആയിട്ട് നമ്പേഴ്സ് ഒന്നും ഇല്ല. സോ 2 ഗുണം 3 6. 2 ഗുണം 3 6.
6 36 36 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇനി നോക്കിക്കേ 4 സെക്കൻഡ് 6 സെക്കൻഡ് 9 സെക്കൻഡ് നമ്മൾ സെക്കൻഡുകളുടെ ലെസ്സാകുമല്ലേ കണ്ടേ. അപ്പൊ നമ്മുടെ ഉത്തരവ് എന്തിലായിരിക്കും? സെക്കൻഡിലായിരിക്കും. അടുത്ത 36 സെക്കൻഡ് ആവുമ്പോൾ നമ്മുടെ ബൾബുകൾ വീണ്ടും ജ്വലിക്കും. അപ്പൊ 8 മണിക്ക് ശേഷം 36 സെക്കൻഡ് ആവുമ്പോൾ കത്തുവേ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ സി കണ്ടോ, 8:00 36. ഇത് മണിക്കൂർ, ഇത് മിനിറ്റ്, ഇത് സെക്കൻഡ്. മണിക്കൂർ 8 തന്നെയാണ്, മിനിറ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. സെക്കൻഡ് 36 സെക്കൻഡിലാണ് നമുക്ക് കത്തിയത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കിക്കേ. റിപ്പീറ്റഡ് ചോദ്യമാണ്. 0.2 the whole cube minus 0.1 the whole cube divided by 0.2 square plus 0.2 into 0.1 plus 0.1 square. ഇതിനെ ഞാനൊന്ന് എയും ബിയും ആക്കി എഴുതിക്കോട്ടെ. 0.2 ഞാൻ എ എന്ന് വിളിച്ചു, 0.1 ഞാൻ ബി എന്ന് വിളിച്ചു. അപ്പൊ മുകളിൽ എഴുതിയേക്കുന്ന എന്തുവാ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ, താഴെ എഴുതിയേക്കുന്ന എന്തുവാ? ഇത് എ അല്ലേ, അപ്പൊ എ സ്ക്വയർ പ്ലസ് ഇത് എയും ഇത് ബിയും, അപ്പൊ എ ബി പ്ലസ് ഇതെന്തുവാ? ബി സ്ക്വയർ. അപ്പൊ നോക്കിക്കേ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത്. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബിക്ക് തുല്യമാണ് കേട്ടോ. എന്തുവാണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എന്ത് എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്ന് എഴുതുന്നതിന് പകരം ഒന്ന് തിരിച്ചെഴുതാലോ. ഈ ബി സ്ക്വയറിനെ കൊണ്ട് അവസാനവും എ ബിനെ കൊണ്ട് നടുക്കും എഴുതി കൊടുത്തു, ഒരു പ്രശ്നവും ഇല്ല. പ്ലസ് ആണ്, നമുക്ക് ടേമുകളെ എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. ഇത് തന്നെയല്ലേ താഴെയും കിടക്കുന്നേ? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഈ മേളത്തെ സാധനവും താഴത്തെ സാധനവും എനിക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളഞ്ഞൂടെ? വെട്ടിക്കളഞ്ഞു. ഇനി ഇവിടെ എന്തേ ബാക്കിയുള്ളൂ? എ മൈനസ് ബി മാത്രമേ ബാക്കിയുള്ളൂ. എ എന്ന് ഞാൻ എടുത്തത് ആരെയായിരുന്നു? 0.2. ബി എന്ന് ഞാൻ എടുത്തത് ആരെയായിരുന്നു? 0.1. പിന്നെ 0.2 ന്ന് 0.1 കുറച്ചാൽ എത്രയാ? 0.1. നമ്മുടെ ഉത്തരം എത്ര വന്നു? 0.1 എന്ന് വന്നു. കണ്ടോ? ഇതുപോലെ നിങ്ങൾ ഇത് ഫുൾ ചിലപ്പോൾ എഴുതിയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ എഴുതുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് കുറച്ചും കൂടെ കൺഫ്യൂസിങ്, നമുക്കത് നോക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ അനലൈസ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പൊ ഇതുപോലെ എയും ബിയും ആക്കി അങ്ങ് എഴുതിക്കോ, പെട്ടെന്ന് വെട്ടാനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ത് വന്നു? 0.1 എന്ന് വന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ആൻസറുടെ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്ത് പഠിക്കുക. നമ്മുടെ LPSC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് 2022. അപ്പൊ ഇനി വരുന്ന പരീക്ഷകളിലും ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദ്യം റിപ്പീറ്റ് കിട്ടാം. LP UPSCക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ LD ക്ലർക്കിനും നമ്മുടെ LGSനും ഒക്കെ തന്നെ റിപ്പീറ്റ് ചോദിക്കാം. ഈ ചോദ്യമൊക്കെ നമ്മുടെ LGS എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെയാണ് ഷഫിൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 10th ലെവൽ ബേസിക് സിലബസ് വെച്ചിട്ടുള്ള ഏത് എക്സാമിനും ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കാം. സോ എല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.